ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് 10ാം ക്ലാസ് CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദിക്കാവുന്ന 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോർഡ് കുറച്ച് ക്ലിയർ കുറവുണ്ട്, അപ്പോൾ ഞാൻ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസറബിൾ എന്നാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ നോട്ട് കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞ് അയച്ചു തരാം. അപ്പോൾ വൈ പവർ ഷെയറിംഗ് ഈസ് ഡിസറബിൾ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പവർ ഷെയറിങ്ങിന് 2 ഫോമുകളുണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള പവർ ഷെയറിങ്ങുകൾ ഏതൊക്കെയാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് നമുക്കറിയാം ഹൊറിസോണ്ടലും വെർട്ടിക്കലും അങ്ങനെ 2 ഫോമുകളുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എത്തനിക് കോമ്പോസിഷൻ ഇൻ ബെൽജിയം, അതായത് ബെൽജിയം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിട്ട് പോവുക. നാലാമത്തെ ചോദ്യം ബെൽജിയം മോഡൽ ഓഫ് അക്കോമഡേഷൻ, ആ ചോദ്യം പഠിച്ചിട്ട് പോവുക. അഞ്ചാമത്തെ ചോദ്യം അതേപോലെ തന്നെ ശ്രീലങ്ക, അതായത് ബെൽജിയവും ശ്രീലങ്കയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ബെൽജിയത്തിൻ്റെ അതേപോലെ തന്നെ ശ്രീലങ്കയുടെ ആ ഫുൾ നോട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഈ ശ്രീലങ്കയിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. അപ്പോൾ അതായത് നമ്മുടെ ഈ ബെൽജിയവും ശ്രീലങ്കയും നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അതുപോലെ പവർ ഷെയറിങ്ങും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങളിപ്പോൾ ഈ രൂപത്തിൽ നോട്ട് എഴുതിയിട്ടുണ്ടാവില്ലായിരിക്കാം. എന്തായാലും നമുക്ക് എക്സാമിന് വരുന്ന ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ആർക്കെങ്കിലും നോട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നോട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ബൈ.